Hi friends, welcome back to VIRALMAXX. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ ഉള്ള ഒരു വീഡിയോ ആണ് എങ്ങനെ പെട്രോൾ മാത്രമല്ല വെള്ളം കൊണ്ടും എങ്ങനെ വണ്ടി ഓടിക്കാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായി ഞാനിപ്പോൾ നിൽക്കുന്ന ആകാശിൻ്റെ വീട്ടിലാണ്. നമുക്ക് ആകാശിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം, അധികം ദീർഘിപ്പിക്കുന്നില്ല. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. ഓക്കെ, കം ഓൺ. ആകാശ്, എന്താണ് ഈ ഒരു ഇങ്ങനൊരു കണ്ടുപിടുത്തത്തിന് പിന്നിൽ എന്താണ്? അതിപ്പോഴത്തെ പെട്രോൾ വില തന്നെയാണ് പ്രധാന കാരണം. ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാരെന്നുള്ള നിലയിൽ നമുക്ക് ഇപ്പോൾ ഇത്രയും വില കൂടുന്ന സാഹചര്യത്തിൽ നമ്മൾ റെഗുലർ ഓട്ടങ്ങളൊന്നും നടക്കാത്തൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോഴേ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വണ്ടിക്ക് ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്ററോളം അധികം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നായിരുന്നു. കാരണം ഞാനിപ്പോൾ 150 cc ഒരു വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഏകദേശം ഇപ്പോൾ 45 കിലോമീറ്ററോളമാണ് എനിക്ക് 1 ലിറ്റർ എണ്ണയിൽ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, നമ്മുടെ വെള്ളം വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാമെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അത് മുമ്പും ഓരോരുത്തർ പരീക്ഷിച്ചതായിട്ട് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ ഒരു ടെക്നിക്ക് പിടികിട്ടി. അപ്പോഴും ഞാൻ അതുപോലെ തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കി എൻ്റെ ബൈക്കിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനു മുമ്പ് എനിക്ക് 45 കിലോമീറ്റർ മൈലേജ് കിട്ടിയിരുന്നിടത്ത് ഇപ്പോൾ അത് നേരെ 55 ആയിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ വണ്ടിയുടെ പുള്ളിങ് കൂടുതലായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. 150 cc എന്ന് മാറി ഒരു 170 cc എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ലോങ് റൂട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് പുള്ളിങ്ങിൻ്റെ കാര്യം എടുത്തു പറയേണ്ടി വരും. കാരണം ഓവർടേക്കിങ് കാര്യങ്ങളൊക്കെ എപ്പോഴും വരുന്നതുകൊണ്ടും ഇൻസ്റ്റൻറ്റ് പുള്ളിങ്ങിലും ഇതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കിലോമീറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ വണ്ടി കുറച്ചുകൂടെ സ്മൂത്താവും, അതായത് എൻജിൻ ഒന്ന് സ്മൂത്താവും. നമ്മുടെ എൻജിനകത്തുള്ള കാർബൺ ഡെപ്പോസിറ്റുകളെല്ലാം റിമൂവ് ആയി പോയിക്കോളും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആയി, നമ്മളെ വണ്ടി പൊല്യൂഷൻ ഫ്രീ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ ഉപയോഗിച്ചേക്കുന്ന നമ്മൾ ഹൈഡ്രജൻ ഇതിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വേസ്റ്റ്, അതായത് നോർമൽ രീതിയിൽ വണ്ടി ഓടുന്ന സമയത്ത് പെട്രോളിൽ കുറച്ച് വേസ്റ്റേജ് ഉണ്ടാകുന്നുണ്ട്. ഒരു 50% കൂടുതൽ എന്തായാലും വേസ്റ്റേജ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും എമൗണ്ട് പെട്രോളിനെ കൂടെ നമുക്ക് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ട് ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പലരും പല രീതിക്കാണ് ഇതിൻ്റെ മൈലേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ചിലർ പറയുന്നത് ഹൈഡ്രജൻ്റെ ആ ഒരു പ്രസൻസ് ഉണ്ടായതുകൊണ്ട് ഹൈഡ്രജൻ്റെ പവർ കൊണ്ടാണ് മൈലേജ് കൂടുന്നതെന്ന് വാദിക്കുന്നവരുണ്ട്. ചിലർ വാദിക്കുന്നതെന്ന് വെച്ചാൽ ഹൈബ്രിഡ് സിസ്റ്റം ആയതുകൊണ്ടും ഹൈഡ്രജൻ ആയതുകൊണ്ടും പെട്രോൾ ഫുള്ളായിട്ട് കത്തിക്കുന്നത് കൊണ്ടാണ് മൈലേജ് കൂടുന്നതെന്ന് പറയുന്നുണ്ട്. ഏത് കാരണമായാലും നമ്മുടെ വണ്ടിയിൽ ഞാനത് പരീക്ഷിച്ച് നോക്കി, എനിക്ക് ഇത്രയും ബെനിഫിറ്റുകൾ ഇതിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ തികച്ചും ഒരു സാധാരണക്കാരൻ്റെ ചിന്തയാണ് ഇത്രയും വലിയൊരു കണ്ടുപിടുത്തത്തിൽ എത്തിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും ശരി, നമുക്ക് വണ്ടിയിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചത്? ഞാൻ ഇതിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഡ്രൈസെൽ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതിൽ ഉപയോഗിച്ചത്, ഒരു കമ്പോണൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ വാട്ടർ ഫീഡ് ചെയ്തതിന് ശേഷം അതിൽ നമ്മളൊരു പെർട്ടിക്കുലർ DC, അതിന് ആനുപാതികമായിട്ടുള്ളൊരു DC നമ്മളതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഹൈഡ്രജനെയും ഓക്സിജനെയും സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. നമ്മളെ വണ്ടിയെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഓക്സിജൻ സെപ്പറേറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യം വരുന്നില്ല. എഞ്ചിന് റൺ ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും പാടില്ല. കാരണം ഇത് എങ്ങനെയെങ്കിലും ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഒരേ ഇതിൽ തന്നെ നമുക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഹൈഡ്രജനും ഓക്സിജനും വേർതിരിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ എഞ്ചിനിൽ എയർ ഫിൽറ്റർ കഴിഞ്ഞിട്ടുള്ള കാർബറേറ്ററിനും എയർ ഫിൽറ്ററിനും ഇടയ്ക്കുള്ള ഓസ് ഹോൾ ചെയ്ത് അതിനകത്തോട്ടാണ് ഇതിൻ്റെ കണക്ട് ചെയ്തേക്കുന്നത്, ഹൈഡ്രജൻ കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ പ്രധാന ഭാഗമായ ഒരു റിസർവോയർ വേണം. അതായത് നമ്മൾ ഈ ഡ്രൈസെല്ലിലേക്ക് എപ്പോഴും വാട്ടർ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസർവോയർ വേണം. അത് കഴിഞ്ഞ് വേണ്ടത് ഈ നമുക്ക് കിട്ടുന്ന ഹൈഡ്രജനും ഓക്സിജനും ഒന്ന് ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അതിനകത്ത് വാട്ടർ കണ്ടൻറ്റും അല്ലാതുള്ള കണ്ടൻസും ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഇതൊന്ന് ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ടൊരു ചെറിയൊരു ഫിൽറ്റർ ഉപയോഗിച്ചത്, അത് വാട്ടർ ഫിൽറ്ററാണ് ഉപയോഗിച്ചത്. വാട്ടർ വെച്ചിട്ടുള്ള ഫിൽട്രേഷൻ തന്നെയാണ് ഉപയോഗിച്ചത്. ഈ ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ നമ്മളെ നോർമൽ റെഗുലർ ബാറ്ററി ബൈക്കിൽ അത്യാവശ്യമാണ്. പിന്നെ നമ്മളിത് കണക്ട് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ചാവിയുടെ സ്ലോട്ടിൽ തന്നെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി ഓഫായിരിക്കുമ്പോൾ ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല.
മാത്രമല്ല ഇത് ഒരു രീതിയിലും ഹൈഡ്രജനെ സ്റ്റോർ ചെയ്യുന്നൊരു സംവിധാനമല്ല. ഓൺ ഡിമാൻഡ് അനുസരിച്ചാണ് ഇതിൽ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിലുള്ള അപകടങ്ങളെല്ലാം ഒഴിവായി കിട്ടുന്നു. ഇതിലെ പ്രധാന ഭാഗങ്ങളെന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ, അതായത് നമ്മുടെ വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടെയ്നർ പ്രധാനമായിട്ട് വേണം. ഈ കണ്ടെയ്നറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം നമ്മൾ ഹൈഡ്രജൻ ഉണ്ടാക്കാനുള്ള വെള്ളം ഫീഡ് ചെയ്ത് കൊടുക്കുന്നതും അതിൽ നിന്ന് വരുന്ന ഹൈഡ്രജനും ഓക്സിജനും തിരിച്ചെത്തുന്നത് ഇതേ കണ്ടെയ്നറിൽ തന്നെയാണ്. ഇവിടെ നിന്നാണ്, അതായത് ഫീഡ് ചെയ്യുന്നതും നമ്മൾ സ്റ്റോർ ചെയ്യുന്നതും ഒരേ കണ്ടെയ്നറിലായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് ഈ ഒരു കണ്ടെയ്നറിൽ നിന്നുള്ള ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ഒരു ഫിൽറ്ററിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിൽറ്റർ ഇതാണ്. ഇതിൽ ഇത്ര ഭാഗത്തോളം നമ്മൾ വെള്ളം കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ ഇതുവഴി വന്ന് ഒന്ന് അതിൻ്റെ ഫിൽട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് അത് നേരെ ഇത്രയും ഭാഗത്തായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മളെ കാർബറേറ്ററിനും എയർ ഫിൽറ്ററിനും ഇടയ്ക്കുള്ള ഹോസ് കണക്ട് ചെയ്ത് ഹോൾ ചെയ്താണ് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തോട്ട് ഇതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ ഡ്രൈ സെല്ലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഹൈഡ്രജനെ കൺവെർട്ട് ചെയ്യുന്നത് ഈ ഒരു ഡ്രൈ സെല്ല് തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് തൊട്ട് മറ്റേ റിസർവോയറിൽ നിന്നുള്ള കണക്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുകളിൽ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഞാൻ ഹോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുവഴിയാണ് നമുക്ക് ഇതിൻ്റെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നത്. ഇത് നേരെ ചെല്ലുന്നതും നമ്മുടെ റിസർവോയർ ടാങ്കിൽ തന്നെയാണ്. അപ്പോൾ ആൾറെഡി നമ്മൾ അവിടെ ഒരു ഫിൽട്രേഷൻ കഴിയുന്നുണ്ട്. അത് കൂടാതെയാണ് നമ്മൾ അഡീഷണൽ ഒരു ചെറിയ ഫിൽറ്റർ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം, എങ്ങനെയാണ് ഇതിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പുറത്തെ സൈഡ് കുറച്ചുകൂടെ ഒന്ന് നല്ലോണം കാണാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ ചാവി ഓണാക്കി കഴിഞ്ഞിരിക്കുന്നു. ചാവി ഓണാക്കി കഴിയുമ്പോൾ തന്നെ ഇവിടെ റിയാക്ഷൻ സംഭവിച്ചു തുടങ്ങി. അപ്പോഴേ തന്നെ ഈ ബബിൾ പോലെ വരുന്നത്, ഈ ഓരോ ബബിളിൻ്റെ ഇടയ്ക്കും ഹൈഡ്രജൻ ബബിൾസാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എൻജിൻ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ വണ്ടി ഓണാക്കി കഴിഞ്ഞ് ഗിയറിലാണ് ഇപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൂട്ടുന്ന അല്ലെങ്കിൽ ഓട്ടം കൂടുന്നതനുസരിച്ച് അതിൻ്റെ പ്രൊഡക്ഷനും കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഹൈഡ്രജനെ സ്റ്റോർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം. കാരണം നമ്മുടെ റിസ്ക് അത്രത്തോളം കുറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൽ താൽക്കാലികമായിട്ട് മാത്രമാണ് ഹൈഡ്രജനെ സ്റ്റോർ ചെയ്ത് നിർത്തിയേക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ കേട്ടു. അപ്പോൾ ഇനി നമ്മളെ വണ്ടിക്ക് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര രൂപയാവും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ചാർജ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് ചോദിക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ചാർജുകൾ എന്നുള്ളത്. അപ്പോൾ ഇതുവരെ എത്ര രൂപ ചിലവായി ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട്? എനിക്ക് ആദ്യം പരീക്ഷിക്കുന്നത് കൂടാതെ തന്നെ ഇതിന് വേണ്ടി, അതായത് ഇങ്ങനെ ഒരെണ്ണം സെറ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാക്കി എടുത്തപ്പോഴേക്കും ഏകദേശം ഒരു 3000 രൂപയോളം എൻ്റെ കയ്യിൽ നിന്നായിട്ടുണ്ട്. അത്രേ അതിന് ചിലവ് വരുന്നുള്ളൂ. വളരെ തുച്ഛമായ, എനിക്ക് തോന്നുന്നതിൻ്റെ ബെനിഫിറ്റ് വെച്ചിട്ട് വളരെ തുച്ഛമായ എമൗണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ഉള്ളതിനേക്കാളും 20% എൻ്റെ വണ്ടിയുടെ എഫിഷ്യൻസി മൊത്തത്തിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഞാൻ തന്നെ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം റേറ്റ് കുറച്ച് തന്നെ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി പെട്രോൾ ഇല്ലാതെ ഓടിക്കാൻ പറ്റുമോ? അതായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത പരീക്ഷണം. എൻ്റെ മനസ്സിലത് തന്നെയായിരുന്നു ചെയ്യണമെന്നുണ്ടായിരുന്നത്. അപ്പോഴും നമുക്ക് പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും ആംബിയറുള്ള ഒരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഇനഫായിട്ടുള്ള ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര വെല്ലുവിളി തന്നെയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് ആ ഒരു രീതിയിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ എൻ്റെ പരീക്ഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് സക്സസ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എന്തായാലും അത് സക്സസ് ആവട്ടെ, നല്ലൊരിതാവട്ടെ. പക്ഷേ ഇത് മറ്റൊരാൾക്ക് വച്ചു കൊടുക്കാൻ തയ്യാറാണ്? തീർച്ചയായിട്ടും. അങ്ങനെ ഒരാൾ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഇതിൻ്റെ എത്രയായിരിക്കും? സെയിം ആയിരിക്കും. 3000-3500 ആവത്തേ ഉള്ളൂ. അല്ലാതെ അഡീഷണൽ ഒന്നും അധികം മേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
അപ്പോൾ ഫ്രണ്ട്സ്, ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ ഇത് ഫിറ്റ് ചെയ്യാം. ഇത് ഒരു പരീക്ഷണാടിസ്ഥാനമാണ് അല്ലേ? ഇതിങ്ങനെ അതെ ഇതൊക്കെ അകത്ത് വെച്ച് അങ്ങനെ ആരും കാണാതെ. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പരീക്ഷിക്കുകയാണ്. ഇത് എപ്പോഴാണ് ഇളക്കി കളയേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് കൊണ്ട് ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിലാണ് അപ്പോഴും തോന്നിയതുപോലെ എടുത്ത് സെറ്റ് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ പരീക്ഷണം വിജയിച്ച സ്ഥിതിക്ക് എന്തൊക്കെയാലും ഇത് നല്ലൊരു രീതിയിൽ ഇതിനകത്ത് തന്നെ കണക്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ഹങ്ങിൻ്റെ ഇത്രയും ഭാഗത്തെ പോർഷൻ എന്ന് പറയുന്നത് ഒഴിഞ്ഞു കിടക്കുകയാണ് ഈ ഒരു കിറ്റാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ കിറ്റിൻ്റെ ഒരു ഷേപ്പിൽ ഒരു റിസർവയർ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് അതിൻ്റെ ഷീൽഡിനുള്ളിൽ ആക്കാൻ കഴിയുന്നതായിരിക്കും. മാത്രമല്ല, ഈ ഒരു ഡ്രൈ സെല്ല് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ സെൻട്രലോട്ട് മാറ്റി പുറത്തധികം ഡിസ്പോസ് ചെയ്യാത്ത രീതിയിൽ തന്നെ, എക്സ്പോസ് ചെയ്യാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു വൃത്തികേടും തോന്നാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു തരും എന്നാണ് ആകാശ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക, കാര്യങ്ങളൊക്കെ തിരക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു സായനം സമ്മാനിച്ചതിന് ആകാശിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു.